മിസ്റ്റർ ശ്യാമേന്ദ്രൻ, ഇന്ത്യക്കെതിരെയുള്ള അമേരിക്കയുടെ നീക്കത്തെ ചെറുക്കാൻ ഇപ്പോൾ റഷ്യൻ ഗവൺമെൻറ്റിൽ നിന്നൊരു പുതിയ നീക്കം വരുന്നു. അതേപ്പറ്റി എന്ത് തോന്നുന്നു? അത് നമ്മുടെ സിഖ് ഫോർ ജസ്റ്റിസ് ന്യൂയോർക്ക് ആസ്ഥാനമായിട്ട് രൂപവൽക്കരിച്ച ഈ ഖലിസ്ഥാൻ വാദത്തിന് വേണ്ടിയിട്ടാണ്. അതെ. പത്വന്ത് സിംഗ് പന്നുൻ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി ഇന്ത്യ ശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ടൊരു കേസ് അമേരിക്ക മൻഹാട്ടൻ കോടതിയിൽ കഴിഞ്ഞ കൊല്ലം നവംബറിൽ കൊടുത്തിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ 52 വയസ്സുള്ള ഇന്ത്യൻ പൗരൻ നിഖിൽ ഗുപ്തയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു ഇന്ത്യൻ ഏജൻസി ഉദ്യോഗസ്ഥനെയാണ് ഈ നിഖിൽ ഗുപ്ത എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു അസാസിൻ എന്ന് പറയാവുന്ന ഒരാൾ, CC1 പറഞ്ഞിട്ടുള്ളൂ. അയാളുടെ പേര് അമേരിക്ക വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ ഏജൻസി ഉദ്യോഗസ്ഥൻ്റെ ന്യൂയോർക്ക് ടൈംസ് വെളിപ്പെടുത്തി. അതെ, കോടതി രേഖകളിൽ അവർ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ രഹസ്യ പോലീസ് ജോലി വഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ആകാം. അതുകൊണ്ടായിരിക്കും ഈ ഡിപ്ലോമാറ്റിക് ബന്ധം തകരണ്ട എന്ന് വെച്ചിട്ടായിരിക്കും ഈ പേരൊക്കെ പറയാതിരിക്കുന്നത്. അപ്പോൾ ഈ ഗുപ്ത മറ്റേ ചെക്കോസ്ലോവാക്യയിൽ വെച്ച് ചെക്ക് അധികൃതർ ജൂൺ 30 അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തിപ്പോൾ അയാൾ ജയിലിലാണ്. അപ്പോൾ ഈ ഗുപ്ത ഒരു വാടക കൊലയാളിയെ ഈ പന്നുനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിയോഗിച്ചു എന്നാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2023 മെയ്യിൽ ആണ് ഈ വാടകയ്ക്കെടുപ്പ് ഒക്കെ നടന്നിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ CC1 പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഗുജറാത്ത് പ്രശ്നമൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നുള്ളത് വ്യക്തമല്ല. നിങ്ങളുടെ ഗുജറാത്ത് മോദിയുടെ സ്ഥലവും ഒക്കെയാണല്ലോ. നിങ്ങളുടെ ഗുജറാത്ത് പ്രശ്നം കൈകാര്യം ചെയ്തു തരാം, ആരും ഇനി നിങ്ങളെ ശല്യപ്പെടുത്താനും പോകുന്നില്ല എന്ന് ഇവർ തമ്മിൽ സംഭാഷണം നടന്നതായിട്ടും പറയുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പറഞ്ഞിട്ടാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി സ്വയമേവ റഷ്യ ചെയ്തതാണോ എന്നും അറിഞ്ഞുകൂടാ. അവിടുത്തെ വിദേശകാര്യ വക്താവ് മരിയ സക്കറോവ ഒരു പത്രസമ്മേളനം നടത്തി. വളരെ രൂക്ഷമായിട്ട് അമേരിക്കക്കെതിരെ ആഞ്ഞടിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആണ് അമേരിക്ക ഇടപെടുന്നത്. ഇതിന് അമേരിക്കയ്ക്കൊരു അവകാശവും ഇല്ല, അടിസ്ഥാനരഹിതമാണിത്, ഒരു തെളിവും ഇതിനില്ല. തെളിവുണ്ടെങ്കിൽ അത് അമേരിക്ക പ്രൊഡ്യൂസ് ചെയ്യണം. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയില്ല, ഇന്ത്യയുടെ മനസ്സും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരല്ല ഇന്ത്യ. ഇന്ത്യയോട് അമേരിക്കയ്ക്ക് ആദരവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ആണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിശക്തമായ പ്രസ്താവനയാണ് മോസ്കോയിൽ നിന്ന് വന്നത്. പക്ഷേ ഇത് ഇന്ത്യയെ സഹായിക്കാൻ തന്നെയാണ് റഷ്യയുടെ ഈ നീക്കം. അത് ഈ ഘട്ടത്തിൽ അങ്ങനെ നടക്കുള്ളൂ. അതിൻ്റെ ആത്മാർത്ഥതയെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട. പ്രത്യേകിച്ചും പുടിൻ വീണ്ടും അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു, വീണ്ടും പ്രസിഡൻ്റായി. പുതിയ റഷ്യയുടെ വിധാതാവാണ് അദ്ദേഹം. 24 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്നു. ഒരുപക്ഷെ ജോസഫ് സ്റ്റാലിന് ശേഷം ഒരു നേതാവ് റഷ്യൻ മണ്ണിൽ അധികാരത്തിൽ തുടരുന്നത് പുടിനായിരിക്കും. പുടിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് ഒരു 6 കൊല്ലം കൂടിയല്ല, പിന്നെ ഒരു 6 കൊല്ലം കൂടിയും തുടരാം. ആ ലെവലിലായിരിക്കുന്നു അവിടുത്തെ രീതികൾ. അതിനനുസരിച്ച് അദ്ദേഹം അവിടുത്തെ ഭരണഘടനാ നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഇടക്കാലത്ത് അദ്ദേഹം പ്രസിഡൻറ്റ് എന്ന പദവിയിൽ നിന്ന് പ്രധാനമന്ത്രി പദവിയിലേക്ക് മറ്റൊരാൾ പ്രസിഡൻ്റാക്കി, വീണ്ടും തിരിച്ച് അദ്ദേഹം പ്രസിഡൻ്റായി വരികയും. അപ്പോൾ ഈ തരത്തിൽ റഷ്യയിൽ ഒരു ആധിപത്യ സ്വഭാവത്തോടെ നിലനിൽക്കുന്ന ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നും അമേരിക്ക ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്ന് ഭാവിക്കുകയും തരം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യക്കെതിരെ പിന്നെ ഇടങ്കോലിടുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇന്ത്യ വിരുദ്ധരായ അമേരിക്കയിൽ നിലനിൽക്കുന്ന ശക്തികളെ
അവർ പരോക്ഷമായി സഹായിക്കുന്നു. അതെ. കാനഡയിൽ അത് പ്രത്യക്ഷമായ സഹായമാണെങ്കിൽ അമേരിക്ക പരോക്ഷമായി സഹായിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഇതിനൊരു നല്ല താക്കീത് ഇപ്പോൾ മോസ്കോയിൽ നിന്ന് വന്നത് ഇന്ത്യയെ ഏറെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ് ഇതിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല. അമേരിക്കയുടെ ഒരു പ്രസ്താവന. പക്ഷേ ജയശങ്കർ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയശങ്കർ ആ കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതെ. ഇന്ത്യയിലൊരു പക്ഷേ ഇത്രയും രൂക്ഷമായ പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നതുമില്ല. അതെ അതെ, ഇത്രയും താക്കീതിൻ്റെ സ്വരത്തിലുള്ള ഒരു പ്രസ്താവന അമേരിക്ക ഇന്ത്യയിൽ നിന്ന് പോലും നേരിട്ടിട്ടില്ല. അപ്പോൾ അത് ഇന്ത്യയുടെ ചിരകാല സൗഹൃദത്തിലുള്ള രാജ്യമാണ് പണ്ടത്തെ സോവിയറ്റ് യൂണിയനും തുടർന്ന് റഷ്യയും. ഇപ്പോഴാണെങ്കിൽ എണ്ണ വ്യാപാരത്തിൽ നമ്മൾ റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഉപഭോക്താവാണ്. യുറോപ്പ് മൊത്തം അല്ലെങ്കിൽ പടിഞ്ഞാറൻ ലോകം മൊത്തം റഷ്യക്കെതിരെ തിരിഞ്ഞിരിക്കുമ്പോഴാണ് ഇന്ത്യ, ചൈന ഒരുപാട് എണ്ണ വാങ്ങുന്നത്. ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യക്ക് ഉപരോധം യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളിൽ നിന്ന് നേരിട്ടപ്പോൾ ഒരു ബയർ എന്ന നിലയിൽ അവരുടെ ഉൽപ്പന്നം സ്വീകരിച്ച് നമ്മൾ സഹായകരമായൊരു നിലപാടെടുത്ത രാജ്യം. അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ എത്രയോ കാലമായി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം ചരിത്രപരമായി നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ സന്ദർഭത്തിലുള്ള റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഈ താക്കീതിൻ്റെ സ്വരത്തിലുള്ള പ്രസ്താവന സ്വാഗതാർഹമാണ്. മാത്രമല്ല അതിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ പന്വനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു അമേരിക്കയുടെ വ്യാജ തിരക്കഥയാണെന്നാണല്ലോ അതെ 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 റഷ്യ പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെ അപ്പോൾ ഏത് എക്സ്റ്റെൻറ്റിലേക്കാണ് അമേരിക്ക പോകുന്നത്? അല്ല, അങ്ങനെ ഉണ്ടെങ്കിലും അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. ഇന്ത്യയുടെ സുരക്ഷിതത്വവും ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഈ കാനഡയിൽ നിജ്ജറിന്റെ കൊലപാതകം നടന്നില്ലേ, അതിൽ പ്രതികളെയൊക്കെ പിടിച്ചിട്ടുമുണ്ട്. ഇന്ത്യ അയച്ച ആളുകളൊന്നുമില്ല, ട്രൂഡോ പറയുന്ന പോലെ. അതെ അതെ അതെ. അപ്പോൾ കാനഡയ്ക്ക് തൊട്ട് പിന്നാലെ ഇപ്പം ന്യൂയോർക്കിൽ നിന്നും ഈ തരം പ്രസ്താവനകളും നീക്കങ്ങളും വരുമ്പോഴാണ് ഇന്ത്യക്ക് ഒരു സഹായി അന്താരാഷ്ട്ര മണ്ഡലത്തിൽ ഇല്ലാതിരിക്കുക എന്നത് വലിയ സങ്കടകരമാണ്. പണ്ടും റഷ്യ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇത് ബൈഡൻ കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് വിദേശ പേടിയുണ്ട് എന്ന് പറഞ്ഞത് പലതും ഉദ്ദേശിച്ചിട്ടാണെന്നും വ്യക്തമാണ്. അതെ 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 അതെ. അപ്പോൾ അമേരിക്ക ഗവൺമെൻറ്റിൻ്റെ ഈ ഇരട്ടത്താപ്പ് തക്കതായൊരു താക്കീത് റഷ്യയിൽ നിന്ന് വന്നത് ഈ സന്ദർഭത്തിൽ എപ്പോഴും മോഡി ഗവൺമെൻറ്റിന് കരുത്താണത്. അതെ. അപ്പോൾ ഈ ഇന്ത്യക്ക് വിദേശ പേടിയുണ്ടെന്ന് ബൈഡൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ അപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയുടെ ചരിത്രം ബൈഡൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് അത് നമ്മൾ പറഞ്ഞാണ്. നമ്മളിത്ര മുഗൾ ഭരണം, ഈസ്റ്റ് ഇന്ത്യ ഭരണം, ഡച്ച്, പോർച്ചുഗീസ് കോളനികളുടെ ഭരണം അനുഭവിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. 1000 വർഷം. അലക്സാണ്ടർ ക്രിസ്തുവിന് മുമ്പ് തന്നെ ഇവിടെ ആക്രമിക്കാൻ വന്നതാണ്. നമ്മളിവിടെയൊക്കെ നേരിട്ടിട്ടുള്ളതല്ലേ. വേറൊരു കാര്യമുണ്ട്, ഇന്ത്യ എങ്ങോട്ടും ഒരു വിദേശ മണ്ണിൽ പോയി ആക്രമിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ കോൺകറേഴ്സ് അല്ല, വി ആർ കോൺകേർഡ്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം, നമ്മൾ ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കാത്ത ഒരു രാജ്യത്തിൻ്റെ മനസ്സ്, അതാണ് റഷ്യയിലെ ആ വിദേശകാര്യ വക്താവ് ഇന്ത്യയുടെ മനസ്സ് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അതൊരു വളരെ മഹത്തായൊരു പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ സ്പൈ വർക്ക് ചെയ്ത് ശത്രുക്കളെയെല്ലാം അന്യരാജ്യത്ത് പോയി ഇല്ലാതാക്കി കളയും. അതിന് വേണ്ടത്ര തെളിവ് ഹാജരാക്കാൻ പോലും ഇല്ലാതെ കൂടെ പരസ്യ പ്രസ്താവന നടത്തി. അന്താരാഷ്ട്ര മണ്ഡലത്തിൽ ഇന്ത്യക്ക് ഉള്ള സൽപ്പേര് തകർക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. അമേരിക്കയ്ക്ക് പതുക്കെ നമ്മളോടൊരു അസൂയ തോന്നി തുടങ്ങിയോ എന്നും സംശയിക്കണം. അതെ. ഇന്ത്യയുടെ മനസ്സറിയുന്നില്ല എന്ന് റഷ്യ അമേരിക്കയോട് പറയുമ്പോൾ നമ്മളുടെ ടോളറൻസ് അല്ലേ, സഹിഷ്ണുതയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്നെ ബാലക്കോട്ടിൽ ആകെ ഒരു ആക്രമണേ നടത്തിയുള്ളൂ. ബാലക്കോട്ട് എത്ര സഹിച്ചിട്ടാണ് നമ്മുടെ എയർ ഇന്ത്യ വിമാനം തട്ടിക്കൊണ്ടുപോയി 398 പേരെ കൊന്നു. ഡൽഹിയിൽ സ്ഫോടന പരമ്പര, മുംബൈയിൽ സ്ഫോടന പരമ്പര. ഇത് എത്രയൊക്കെ സഹിച്ചിട്ടാണ് നമ്മൾ ഒരു ആക്ഷനേ ചെയ്തിട്ടുള്ളൂ. അതാണ് ഈ സഹിഷ്ണുത എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഈ വെറുതെ അവിടെ മറ്റേ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളൊരു സംഘടനയാണ്. ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ഒരു സംഘടനയ്ക്ക് സംരക്ഷണം ഒരുക്കുകയാണല്ലോ അമേരിക്ക ചെയ്തിട്ടുള്ളത്.
മറ്റേ കാനഡയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അതെ അതെ ഇത് പാകിസ്ഥാൻ ആഫീസ് ഇതിനെയൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ പണിയാണല്ലോ. അതെ 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 തീവ്രവാദികളാണല്ലോ. അതെ, ഇവരെ അവിടുന്ന് ഇന്ത്യയോട് സൗഹൃദം ഉള്ള യഥാർത്ഥ സുഹൃത്താണെങ്കിൽ അമേരിക്ക ചെയ്യേണ്ടത് ഇയാളെ എക്സ്ട്രഡിഷൻ അതെ അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യണം. ഡിപ്പോർട്ട് ചെയ്യലേ വേണ്ട. കാനഡയും അതാണ് ചെയ്യേണ്ടത്. പക്ഷേ കാനഡയ്ക്കും അമേരിക്കയ്ക്കും അമേരിക്ക നവംബറിൽ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നു. അപ്പോൾ അവിടുത്തെ സിഖ് കമ്മ്യൂണിറ്റി ഒരു വോട്ട് ബാങ്കാണ്. അതെ, ഈ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക എന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ അതാണ് അവിടത്തെയും പ്രശ്നം. ഈ കാനഡയിലും അമേരിക്കയിലും ഇഷ്ടംപോലെ അമേരിക്കയെക്കാൾ ശക്തിമത്താണ് സിഖ് സമൂഹം. അതെ, അവിടുത്തെ കാർഷിക മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു ലോബി തന്നെയാണ്. അതെ, ഇപ്പോൾ സിഖ് മന്ത്രിയുണ്ട് അതെ കാനഡ മന്ത്രിസഭയിൽ. ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ മന്ത്രിസഭയിൽ സിഖുകാരൻ മന്ത്രിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തെ അവർക്ക് ഈ തീവ്രവാദികളുടെ സമ്മേളനത്തിലും അടുത്ത കാലത്ത് ട്രൂഡോ പങ്കെടുത്തു. അവിടെ ചെന്നാണ് പരസ്യമായി ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തുകയും ജയശങ്കറിന്റെ റിയാക്ഷൻ വരികയും. ഈ പന്വൻ തന്നെ ഓസ്ട്രേലിയയിലും ഈ പറഞ്ഞ കാനഡയിലും ഒക്കെ 2020 ഹിതപരിശോധന നടത്തി ഖാലിസ്ഥാന് വേണ്ടിയിട്ട്. അത് ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഇങ്ങനെ വിശാലമായ ഒരു ഖാലിസ്ഥാനാണത്, പഞ്ചാബ് മാത്രമൊന്നുമല്ല. എന്നിട്ട് സിഖുകാർക്കിടയിൽ ഹിതപരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ വിദേശ രാഷ്ട്രങ്ങളുടെ മണ്ണൊക്കെ അതിനുവേണ്ടി തുറന്നും കൊടുത്തിട്ടുണ്ട് അവര്. ഈ SFJ ഇന്ത്യ നിരോധിച്ച സംഘടനയാണ്. ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന സംഘടനയ്ക്ക് വിദേശ മണ്ണിൽ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുകയും എന്നിട്ട് അവരെ അസ്തമിക്കാൻ ഇന്ത്യയെ ചാരന്മാരെ വിട്ടു എന്ന് പറയുക ആക്ഷേപകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഇപ്പം പഞ്ചാബിൽ ഈ അമൃത്പാൽ സിംഗും അങ്ങേരുടെ ഒരു ശിഷ്യനും ജയിലിൽ കിടക്കുന്ന 2 ഖലിസ്ഥാൻ തീവ്രവാദികളും മത്സരിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ ഇലക്ഷൻ ചട്ടങ്ങൾ തന്നെ പൊളിച്ചെഴുതേണ്ടതല്ലേ? തീവ്രവാദികൾ രാജ്യവിരുദ്ധർ മത്സരിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അതെ 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 അല്ല, അത് ജനങ്ങൾ ചോദ്യം ചെയ്യും. ഒരു ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അധിക അവകാശമുണ്ടല്ലോ. പക്ഷേ ഇന്ദിരാഗാന്ധിയെ കൊന്ന ബിയാൻ സിംഗിന്റെ മകൻ അവിടെ പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്നു, ഇപ്പോഴും മത്സരിക്കുന്നു, ജയിച്ചിട്ടില്ല. സിമ്രൻജിത് സിംഗ് മാൻ കഴിഞ്ഞ തവണ സംഗ്രൂരിൽ നിന്ന് MP ആയിരുന്നു, ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ജയിക്കുന്ന ഖലിസ്ഥാൻ MP ആണ് ഈ സിമ്രൻജിത് സിംഗ് മാൻ. പഴയ IPS ഓഫീസറാണ്, IG ഒക്കെ ആയിരുന്നില്ലേ. അപ്പോൾ ഈ കാലാവസ്ഥ ഇന്ത്യയിലുള്ളപ്പോൾ ഈ തീവ്രവാദം വളർത്തുന്ന വിധത്തിലാണ് നമ്മൾ ഈ ബൈഡൻ്റെയൊക്കെ വാചകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കേസ് ഇപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ ചെന്ന് ഇല്ലാതാക്കിയ ആളുകളാണ് അമേരിക്കക്കാർ. അതെ, അബോട്ടാബാദിൽ. അവർക്ക് ഇത് ശീലമുണ്ട്. അവരുടെ ശത്രുവിനെ എവിടെ ഒളിച്ചിരുന്നാലും പോയി തട്ടിക്കളയുക. അവർ ഇന്ത്യയെ അങ്ങനെയാണ് ധരിച്ചു. ഇതുമായി ഒരു ബന്ധമില്ലാത്തൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ചിന്മയാനന്ദനെ പറ്റി വായിക്കുമ്പോൾ അദ്ദേഹം ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ട് പോലീസുകാർ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒളിവിൽ പോയത് അബോട്ടാബാദിലാണെന്ന് ഞാൻ ഇന്നലെ വായിച്ചു. ആണോ? ശരി. അവിടെ എല്ലാവർക്കും ഒളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഏതായാലും ഇത് റഷ്യയുടെ ഈ നിലപാട് ഇന്ത്യ സ്വാഗതം ചെയ്യേണ്ടതാണ്. നമ്മൾക്ക് ഒരു ആപത് ബന്ധുവിനെ പോലെ എന്നും റഷ്യ, പഴയ സോവിയറ്റ് യൂണിയൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ റഷ്യ വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ് ഇപ്പോൾ യൂറോപ്യൻ സന്ദർശനത്തിലാണ്. ഫ്രാൻസ്, ഹംഗറി, സെർബിയ, 3 രാഷ്ട്രങ്ങൾ. അപ്പോൾ യൂറോപ്പിലും വേറെ രാഷ്ട്രങ്ങൾ അമേരിക്കക്കെതിരായിട്ടുള്ള രാഷ്ട്രങ്ങളുണ്ട് എന്നർത്ഥം, ഫ്രാൻസ് ഉൾപ്പെടെ. അപ്പോൾ യൂറോപ്പിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. അതെ, ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.